ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഓഗസ്റ്റ് മാസം 5-ാം തീയതി സ്വർഗാരോപണ തിരുനാളിൻ്റെ ഒരുക്കമായിട്ടുള്ള 5-ാമത്തെ ദിവസമാണിന്ന്. ഇന്ന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. പരിശുദ്ധ അമ്മ നമ്മെ പല വിധത്തിൽ, പല സ്ഥലങ്ങളിൽ, പല തരത്തിലാണ് രക്ഷപ്പെടുത്തുന്നതും പ്രത്യക്ഷപ്പെടുന്നതും. സന്ദേശങ്ങളെല്ലാം ഒന്നുപോലെ തന്നെ. പരിശുദ്ധ അമ്മ ലോകം മുഴുവൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വ്യക്തികൾക്കും സമൂഹത്തിനും അങ്ങനെ പലതരത്തിലും പരിശുദ്ധ അമ്മ ഈശോയുടെ 2-ാം വരവിന് വേണ്ടി മനുഷ്യരെ ഒരുക്കാൻ, ഈശോ ഇന്നും ജീവിക്കുന്നുണ്ട് എന്ന് മനുഷ്യരെ ബോധ്യപ്പെടുത്താൻ, മനുഷ്യരൊക്കെ പാപത്തിൽ നിന്ന് വിട്ടകന്ന് ദൈവത്തിലേക്ക് അടുക്കണം, എന്നാലേ രക്ഷയുള്ളൂ എന്ന് മനുഷ്യഗണത്തെ ഓർമ്മിപ്പിക്കാൻ പിതാവായ ദൈവം ഈ അന്ത്യകാലത്ത് അയച്ചിട്ടുള്ളത് പരിശുദ്ധ കന്യകാ മറിയത്തിനെയാണ്. കന്യകാ മറിയത്തിലൂടെയാണ് ദൈവപുത്രൻ ഈ ലോകത്തേക്ക് അവതരിച്ചതെങ്കിൽ കന്യകാ മറിയത്തിലൂടെ തന്നെയായിരിക്കും നമ്മൾ ദൈവപുത്രനിലേക്ക് എത്തുക. മേരിയിലൂടെ വന്ന അനുഗ്രഹം, മേരിയിലൂടെ തന്നെ ആ അനുഗ്രഹത്തിലേക്ക് നമുക്ക് കടന്നു പോകേണ്ട വരും. പരിശുദ്ധ അമ്മ നമ്മുടെ കേരളക്കരയിൽ ഈ ഓഗസ്റ്റ് 5-ാം തീയതി ചെയ്ത ഒരത്ഭുതം അറിയാമായിരിക്കും നിങ്ങൾക്ക്. പള്ളിപ്പുറം ഭാഗത്ത് പരിശുദ്ധ അമ്മ മഞ്ഞ് ഇറക്കി ആ രാജ്യത്തെ രക്ഷിച്ച ആ സംഭവത്തിൻ്റെ ഓർമ്മയാണിന്ന് മഞ്ഞുമാതാവിൻ്റെ തിരുനാളായിട്ട് പള്ളിപ്പുറക്കാർ ആഘോഷിക്കുന്നത്. 1503 തുടങ്ങിയതാണ് ഇതിൻ്റെ ചരിത്രം. അന്ന് പോർച്ചുഗീസുകാർ സാമൂതിരിയുടെ ആക്രമണത്തെ തടയാൻ വേണ്ടിയാണ് അയക്കോട്ട എന്ന പേരിൽ ഒരു കോട്ടയുണ്ടാക്കിയത്. ഈ കോട്ടയ്ക്ക് തെക്കുഭാഗത്തായിട്ട് 1577 ഒരു ആരാധനാലയം സ്ഥാപിച്ചു. അത് പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ മഹത്വത്തിനായി സമർപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ പ്രദേശത്തിന് പള്ളിപ്പുറം എന്ന പേര് വന്നത്. പിന്നീട് ഇതിനെ മഞ്ഞുമാതാവിൻ്റെ പള്ളി എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത് മറ്റൊരു സംഭവത്തിലൂടെയാണ്. 1791 ടിപ്പു സുൽത്താൻ തിരുവിതാംകൂറുമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചു. കോട്ടപ്പുറം കോട്ടയും കുരിയാപ്പള്ളി കോട്ടയും തകർത്ത് കൊച്ചിയുടെ അതിർത്തി കടന്ന് തെക്കോട്ട് മുന്നേറണം, ഇതാണ് അവരുടെ പരിപാടി. അതിന് കൊടുങ്ങല്ലൂർ തുറമുഖത്ത് വന്നു. അപ്പോൾ ആ മുന്നേറ്റത്തിന് വിലങ്ങുതടിയായി നിൽക്കുന്നത് ഈ പള്ളിപ്പുറം പള്ളിയും കോട്ടയും ആണ്. അതുകൊണ്ട് അത് രണ്ടും തകർക്കാം എന്ന് തീരുമാനിച്ചു. ആ സമയത്ത് ഈ പ്രദേശത്തെ മക്കളെല്ലാവരും മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. മാതാവേ, നിൻ്റെ നാമത്തിലുള്ള ഈ പള്ളിയെയും പരിസരത്തെയും രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ പട്ടാളക്കാർ ഇത് നശിപ്പിക്കാൻ വന്ന സമയത്ത് മാതാവ് പള്ളിയിരുന്ന പ്രദേശവും ചുറ്റുപാടും പെട്ടെന്ന് പുകമഞ്ഞ് പോലെ മൂടി. പള്ളീനെയും പ്രദേശത്തെയും പുകമഞ്ഞ് മൂടിക്കളഞ്ഞു. പട്ടാളക്കാർ നോക്കുമ്പോൾ അവിടെ ഒന്നും കാണാനില്ല, ഒരു വലിയ പർവ്വതം. ഒന്നും ചെയ്യാൻ പറ്റില്ല. നാട്ടുകാരും നാടും കാണുന്നില്ല, പള്ളിയും കാണുന്നില്ല. അപ്പോൾ അവരുടെ മുമ്പിലുള്ളത് ഒരു മഞ്ഞിൻ്റെ പർവ്വതം. അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അവർ വഴി മാറിപ്പോയി. അങ്ങനെ പള്ളിയും പള്ളി പരിസരവും സംരക്ഷിക്കപ്പെട്ടു. അന്ന് മുതലാണ് ഈ പ്രദേശത്ത് മഞ്ഞുമാതാവ് എന്ന് ഈ പള്ളിയെ അറിയപ്പെടാൻ തുടങ്ങിയത്, പള്ളിയിലെ മാതാവിനെ. ഇതിനോടനുബന്ധിച്ച് കുറേ അത്ഭുതങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. 1974 സെപ്റ്റംബർ മാസത്തിലൊരു വലിയ അത്ഭുതമുണ്ടായി. മഞ്ഞുമാതാവിൻ്റെ പേരിലുള്ള ഒരു ബോട്ട്, ലേഡി ഓഫ് സ്നോ എന്നാണ് ആ ബോട്ടിൻ്റെ പേര്. അത് കടലിൽ മീൻ പിടിക്കാൻ പോയതാ. അപ്രത്യക്ഷമായി, കാണാനില്ല. 18 ദിവസം അവരെ കാണാണ്ടായി. അങ്ങനെ അവർ ഒരു തുള്ളി വെള്ളമോ ഒരു ഭക്ഷണമോ കിട്ടാതെ ഈ 18 ദിവസം
മരണത്തെ മുഖാമുഖം കണ്ട് ഉൾക്കടലിൽ ഇങ്ങനെ നിയന്ത്രണം നഷ്ടപ്പെട്ട് അവരവിടെ പ്രാർത്ഥിച്ച് ദയനീയമായ അവസ്ഥയിൽ പരിശുദ്ധ മഞ്ഞുമാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. മരണമാണ് മുന്നിൽ. ബോട്ടിൻ്റെ നിയന്ത്രണവും വിട്ടു. നിയന്ത്രണം വിട്ട ബോട്ട് പാറക്കെട്ടുകൾ ഇടിച്ച് തകർന്നു പോകുകയാണ് ചെയ്യാറ്. പക്ഷേ ഇവരുടെ പ്രാർത്ഥനയുടെ ഫലമായി മഞ്ഞുമാതാവ് അവരെ രക്ഷപ്പെടുത്തി തിരിച്ച് ആ ബോട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. പ്രിയ സഹോദരങ്ങളെ, ഓഗസ്റ്റ് 5-ാം തീയതി പരിശുദ്ധ അമ്മയുടെ മഞ്ഞുമാതാവിൻ്റെ തിരുനാളാണ് ഇന്ന്. ഒരു കാര്യം ഉറപ്പാണ്, എത്ര വലിയ പൈശാചിക ശക്തികൾ നമ്മോട് യുദ്ധം ചെയ്യാൻ വന്നാലും പരിശുദ്ധ കന്യകാമറിയത്തിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അമ്മയുടെ മഞ്ഞിൻ്റെ മേലങ്കി നമ്മുടെ മേൽ പൊതിഞ്ഞ് നമ്മെ സംരക്ഷിക്കും. അത് ദൈവത്തിൻ്റെ പദ്ധതിയിലുണ്ടെങ്കിൽ, അല്ല നമ്മൾ ആ സഹനത്തിൽ കൂടെ പോകണമെന്നാണ് ദൈവിക പദ്ധതിയെങ്കിൽ പരിശുദ്ധ അമ്മ അതിനെ മറികടന്നൊന്നും ചെയ്യില്ല. പക്ഷേ സഹിക്കാനുള്ള ശക്തി തരും. പ്രിയ സഹോദരങ്ങളെ, നമുക്കും നമ്മുടെ ഭവനങ്ങളിലിരുന്ന് ഈ അമ്മയെ മനസ്സിലോർക്കാം. ഇന്ന് പള്ളിപ്പുറത്ത് മഞ്ഞിറക്കി മനുഷ്യരെ സംരക്ഷിച്ച പരിശുദ്ധ മഞ്ഞുമാതാവേ, ഞങ്ങളുടെ ഈ പ്രശ്നങ്ങളിൽ അമ്മ സ്വർഗം വിട്ടിറങ്ങി വന്ന് ഞങ്ങളുടെ വീടിന് ചുറ്റും മഞ്ഞിറക്കി മഞ്ഞിൻ്റെ മേലങ്കി വിരിച്ച് സാത്താൻ്റെ ആക്രമണങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ വരും. മഞ്ഞു മാതാവായിട്ടോ മെജികുറിയൻ മാതാവായിട്ടോ കുറുവിലങ്ങാട്ട് അമ്മയായിട്ടോ എങ്ങനെയെങ്കിലും പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടത് എന്താണ്, ആ രൂപത്തിൽ അമ്മ വന്ന് നമ്മെ സഹായിക്കും. രോഗശാന്തിയാണോ, അന്യമതങ്ങളിൽപ്പെട്ട പ്രേമബന്ധമായി മക്കൾ കുരുക്കിൽ കിടക്കുന്നുണ്ടോ, അതല്ല മദ്യപാനാണോ, എന്തായാലും ഏത് ആക്രമണമാണ് നമുക്കിപ്പോൾ മഞ്ഞു മാതാവിൻ്റെ കയ്യിൽ കൊടുക്കാം. പരിശുദ്ധ അമ്മ ഈ ആക്രമണങ്ങളിൽ നിന്നെല്ലാം നമ്മെ വേണ്ടവണ്ണം സംരക്ഷിച്ചു കൊള്ളും. കാരണം അമ്മ ദൈവത്തിൻ്റെ അമ്മയാണ്. അമ്മ സ്വർഗത്തിൻ്റെ രാജ്ഞിയാണ്. അമ്മ മാലാഖമാരുടെ രാജ്ഞി കൂടെയാണ്. സ്വർഗഭൂലോകങ്ങളുടെ റാണിയാണ് പരിശുദ്ധ അമ്മ. മനുഷ്യർ നിശ്ചയിച്ചതല്ല, സൃഷ്ടാവായ ദൈവം തൻ്റെ അമൂല്യ സൃഷ്ടിക്ക് കൊടുത്ത വലിയ ദാനമാണിത്. പിതാവിലേക്ക് പോകാൻ, യേശുവിലേക്ക് കടന്നു വരാൻ പിതാവ് നിശ്ചയിച്ചത് ഈ കന്യകയെയാണ്. എന്തു ചെയ്യാം? ഈ കന്യകയെ കൂടാതെ സ്വർഗത്തിലെത്താൻ സാധിക്കുമോ? അങ്ങനെ ഒരു കുറുക്കുവഴി തിരഞ്ഞെടുക്കുമ്പോൾ ആലോചിക്കണം, സ്വർഗത്തിൻ്റെ ഉടമ ഈ കന്യകയുടെ മകനാണെന്ന്. അമ്മയെ തള്ളിപ്പറഞ്ഞ് അങ്ങനെ കയറാൻ മകൻ അനുവദിക്കുമോ? ഇല്ല. പരിശുദ്ധ അമ്മ, സ്വർഗഭൂലോകങ്ങളുടെ റാണി, പരിശുദ്ധ മഞ്ഞു മാതാവ് നമ്മെ രക്ഷിക്കാൻ ഇടപെടും. അപ്പോൾ ചോദിക്കും, ദൈവമല്ലേ രക്ഷിക്കാനുള്ളത്? ആണല്ലോ. ദൈവം നമ്മെ ആദ്യ പാപത്തിൽ നിന്ന് രക്ഷിച്ച് പിതാവിൻ്റെ അടുത്തേക്ക് യേശു നമ്മെ വഴി തുറന്ന് തന്നല്ലോ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത് സ്വന്തം അമ്മയെയാണ്. അതുകൊണ്ട് ആ കാര്യങ്ങൾക്കൊന്നും മകനെ ശല്യം ചെയ്യാതെ അമ്മയുടെ അടുത്തേക്ക് പോ എന്ന് കേൾക്കാൻ നിൽക്കാതെ നേരിട്ട് അമ്മയുടെ അടുത്തേക്ക് പോയിക്കോളൂ. അമ്മ എല്ലാം വേണ്ടവണ്ണം മകൻ്റെ അടുത്തേക്ക് തന്നെയാണ് പെറ്റീഷൻസൊക്കെ കൊടുക്കുന്നത്. പരിശുദ്ധ മഞ്ഞു മാതാവേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കണമേ. പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ യേശു മാധ്യസ്ഥം വഹിക്കുമ്പോൾ, ഏക മധ്യസ്ഥൻ യേശുവായി മാധ്യസ്ഥം വഹിക്കുമ്പോൾ, യേശുവിൻ്റെ മുമ്പിൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ ഞങ്ങളുടെ അമ്മേ, നീ ഞങ്ങളോട് കരുണ കാണിക്കണമേ. ആമേൻ.